ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ചായക്കടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ സാധാ ഉള്ളി എടുത്താലും മതി, പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതാ 2 അച്ച് ശർക്കര പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് മെൽട്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 അച്ച് ശർക്കര വരെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽട്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തിളക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചരി അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർത്താലാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ മിക്സി ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണ് ഉപ്പും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ആണ്. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ അഴുക്കും കല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഒഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലും അപ്പം നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. ആരൊക്കെ എടുത്തിട്ട് കിട്ടണമെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മാവ് വെന്തിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതുപോലെ നല്ല കുഴി ഉണ്ടാവണം കേട്ടോ. കുഴി ഉണ്ടായാലാണ് നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിലൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് 1-2 സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് പൊങ്ങി അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നാമത്തത് മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത്രയും ലൂസിലായാലാണ് നമുക്ക് ഈ ഒരു അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നത്തെ കാര്യം, നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ 1-2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മുടെ കൽത്തപ്പൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുക്കറിൽ കൽത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫ്ലോപ്പായി പോകലുണ്ട്. ഉള്ളിൽ വേവാതെയായി പോകും, അല്ലെങ്കിൽ ആരെടുത്തിട്ട് കിട്ടൂല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നല്ല പോലെ ആരൊക്കെ എടുത്തിട്ട് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.